ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബാമയുടെ വീട്ടിൽ ചെല്ലുന്ന രേവതി അറിയുന്നു 2 ലക്ഷം രൂപ ശ്രുതിയാണ് ബാമയുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന്. ഇതറിയുന്ന രേവതി വീട്ടിൽ വന്ന് സച്ചിയോട് പറയുന്നുണ്ട് 2 ലക്ഷം രൂപ ശ്രുതിയാണ് ബാമയുടെ വീട്ടിൽ ഏൽപ്പിച്ചതെന്ന്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നു, ഒരു കാരണവശാലും നിനക്ക് നന്മ വരാൻ വേണ്ടി ഒരു കാര്യവും പലയിടത്ത് ചെയ്യത്തില്ല. അപ്പോൾ പൈസ മോഷ്ടിച്ചത് അവൾ തന്നെയാണ്. നമ്മൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും സാധനം മോഷ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുമെന്നാകുമ്പോൾ നമ്മൾ ആ സാധനം എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കും. അപ്പോൾ അവൾ തന്നെയാണ് പൈസ മോഷ്ടിച്ചത്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്തായാലും ഇത് തെളിവ് സഹിതം കണ്ടുപിടിക്കണമെന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്. ഈ കാര്യം അറിയുന്ന വർഷയും പറയും, ശ്രുതി ചേച്ചി ഒരിക്കലും രേവതി ചേച്ചിക്ക് നന്മ വരാൻ വേണ്ടി ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട്. സച്ചിയേട്ടനും അത് തന്നെയാണ് വർഷയെ പറയുന്നത്, ശ്രുതിയാണ് പൈസ എടുത്തതെന്നാണ്. എന്തായാലും ഞാൻ ബാമേരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ സമയത്തും ശ്രുതി ചേച്ചി അത് തടയുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വർഷയും ശ്രുതിയോട് പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രമതിയുടെ കണ്ണമ്മയെന്ന് പറഞ്ഞ ഫോട്ടോയൊക്കെ ആയിട്ടാണ് നമ്മുടെ ശ്രുതിയും കൂടി വീട്ടിലോട്ട് വരുന്നത്. ആ ഫോട്ടോയും കൊണ്ട് അവരുടെ റൂമിലോട്ട് വന്ന് നിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്താണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശ്രുതിയുടെ ഫോണിൽ അഭിലാഷ് സാറ് 10 ലക്ഷം രൂപ ഇട്ട് കൊടുക്കും. കാരണം ശ്രുതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നല്ല ലാഭമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ശ്രുതിക്ക് 10 ലക്ഷം രൂപ അഭിലാഷ് സാർ ഇട്ട് കൊടുക്കുന്നത്. അത് കാണുന്ന ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നു. ശ്രുതി ഇതേ കണ്ടില്ലേ, 10 ലക്ഷം രൂപ, നമ്മുടെ ബിസിനസ് നല്ല ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ സെയിലാവുന്നുണ്ട്. എന്തായാലും അമ്മയുടെ ഫോട്ടോ അയാൾ പറഞ്ഞ കണക്ക് എന്തോ നല്ല ഭാഗ്യമുള്ള ഫോട്ടോയെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൽ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറയും. ഇനി എന്തായാലും നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ഷോറൂമിൽ തൂക്കണമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഷോറൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ ഷോറൂമിൽ ചെന്നിട്ട് ശ്രുതി ഫോട്ടോയൊക്കെ എടുത്ത് ചുമരിൽ തൂക്കി മാലയൊക്കെ ഇടാൻ നോക്കുന്ന സമയത്ത് ശ്രുതി പറയും, ശ്രുതി വെറുതെ നീ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ആൻറ്റി എങ്ങാനും ഷോറൂമിൽ വന്ന് ഈ ഫോട്ടോ എങ്ങാനും കണ്ടാൽ അത് മതി, എല്ലാം കൂടി എടുത്ത് കളയും. അതുകൊണ്ട് അതൊന്നും തൽക്കാലം ഒന്നും ചെയ്യേണ്ട, അത് എവിടെയെങ്കിലും കൊണ്ട് കള, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് ഒതുക്കി വെക്ക്, ഇത് ചുമലൊന്നും തൂക്കാൻ നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദൻ അങ്ങോട്ട് വരുന്നത്. ആനന്ദനെ കാണുമ്പോഴും ഇവർ പ്രോഫിറ്റ് കാര്യമൊക്കെയാണ് പറയുന്നത്. എന്തു പറ്റി രണ്ടുപേരും ഭയങ്കര ലാഭത്തിൻ്റെയും കണക്കിൻ്റെയും ലക്ഷങ്ങളുടെയും കാര്യം പറയുന്നത്? അത് അഭിലാഷ് സാറ് 10 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നു, അതൊരു ഞങ്ങൾക്ക് വലിയ പ്രോഫിറ്റാണെന്ന് പറയും. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. എന്തായാലും ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്, കേട്ടത് നല്ല വാർത്ത. എന്താ ആനന്ദ്? അത് പറയാം എന്ന് പറയും. അപ്പം ശ്രുതി പറയും ഇരിക്കുമെന്ന് പറയും. അങ്ങനെ സംസാരിക്കും. എന്തായാലും ഞാനാണല്ലോ നിനക്ക് അഭിലാഷ് സാറിനെ പരിചയപ്പെടുത്തി തന്നതും നിനക്ക് ഇത്രയും ഒരു ബിസിനസ്സിൽ നല്ല പുരോഗതിയൊക്കെ ഉണ്ടാക്കി തന്നത്, അതിന് എനിക്കൊരു ഷെയർ തരണം കേട്ടോ. അതൊക്കെ തരാമെന്ന് പറയും. അങ്ങനെ എന്താ നീ പറയാൻ വന്ന കാര്യം എന്താ ആനന്ദേന്ന് ചോദിക്കും. അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ബീച്ചിൽ വാക്കിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചൊരാളെ പരിചയപ്പെട്ടായിരുന്നു. അയാൾക്ക് ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞു. വല്ല ജോലിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഈ ബീച്ചിൽ കിടന്ന് ഉറങ്ങുന്നവന്മാർക്കൊന്നും നല്ലോണം ജോലിയാണെന്നും അറിയത്തില്ല. ശ്രുതി, നീ നിന്നെക്കുറിച്ച് തന്നെ പറയരുത്, നീയും കുറേ കാലം ബീച്ചിൽ കിടന്ന് ഉറങ്ങിയതില്ലേ. ഒന്ന് പോ ബ്രോ, വെറുതെ തമാശ പറയാതെ. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്, ജോലിയുടെ കാര്യം വല്ലതും പറയാനാണ്. ഇപ്പോൾ ഇവിടെ ഒഴിവൊന്നും ഇല്ല ബ്രോ എന്നൊക്കെ പറയും. എടാ, ഞാൻ ജോലിയുടെ കാര്യത്തിനായിട്ടൊന്നും വന്നതല്ല. ഞാൻ കണ്ട അയാൾ ഒരു വലിയ കോടീശ്വരനാണ്. അയാൾക്ക് നമ്മുടെ ഹിൽ സ്റ്റേഷനടുത്ത് ഒരു ബംഗ്ലാവുണ്ട്, 5 കോടി രൂപ വില മതിക്കുന്ന ഒരു ബംഗ്ലാവുണ്ടെന്ന് പറയും. എനിക്ക് ദുബായിലൊക്കെ ഒരുപാട് ബിസിനസ് ഉണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ഇതൊന്നും നോക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് പുള്ളി വിൽക്കുന്നത്. 3 കോടി രൂപയ്ക്ക് വിൽക്കാനിട്ടേക്കുമാണ്. അപ്പം പുള്ളി ഫാമിലി ആയിട്ട് വിദേശത്ത് സെറ്റിൽഡ് ആവാൻ പോവുകയാണ്. പിന്നെ അത് ബംഗ്ലാവ് കൊടുക്കുന്നെങ്കിലും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് ഐക്കണായിട്ടുള്ള ബിസിനസ്സുകാർക്ക് മാത്രമേ, നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോഴാണ് ഞാൻ നിൻ്റെ കാര്യം ആലോചിച്ചത്. അതുകൊണ്ട് ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ബംഗ്ലാവൊക്കെ വാങ്ങുന്നത് നല്ലതാണ്, പക്ഷേ 3 കോടി രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയില്ല. നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ലാഭത്തിലില്ലേ, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ 3 കോടി രൂപ അതിന് മൊത്തം കൊടുക്കണ്ട, കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോൺ എടുക്കാം. എന്തായാലും നിങ്ങളിത് കൈവിട്ട് കളയില്ല, എനിക്ക് ഇത്രേ പറയാനുള്ളതെന്ന് പറഞ്ഞ് ആനന്ദൻ അങ്ങ് പോകും. അത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയും അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ആനന്ദൻ വന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് ബംഗ്ലാവിൻ്റെ ഫോട്ടോ കാണിച്ചു തരാൻ മറന്നുപോയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വന്നിട്ട് ആ ബംഗ്ലാവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ കാണിക്കും. ഫോട്ടോസ് കാണുന്ന ശ്രുതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളിത് കണ്ടോ, ഇത് 3 കോടി രൂപയ്ക്ക് കിട്ടുമെന്നൊക്കെ ചോദിക്കും. അതും ബീച്ചിനടുത്ത് ഇത്രയും വിലയിൽ ഒരു ബംഗ്ലാവ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ശരിയാണെന്നേ. എന്തായാലും നമുക്ക് നോക്കാം, നീ വീട്ടിലൊക്കെ സംസാരിക്കാൻ പറയും. അങ്ങനെ ആ സന്തോഷത്തിൽ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരും. കാരണം 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് നടന്നതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ഈ ബംഗ്ലാവ് വാങ്ങുന്ന കാര്യം മൊത്തത്തിൽ ശ്രുതിയും നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കും. പിന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് കുറച്ച് ഗിഫ്റ്റും രവീന്ദ്രന് കുറച്ച് ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് അവർ വീട്ടിലോട്ട് വരുന്നത്.
അപ്പോഴത്തേക്ക് ഇതെന്താ വലിയ കവറൊക്കെ ആയിട്ട്, അത് അമ്മേ എൻ്റെ ബിസിനസ് നല്ല ലാഭത്തിലാണ്, എനിക്ക് 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയും, എൻ്റെ മോനെ സുധി, നിനക്ക് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയോ? അതേ അമ്മേ, എൻ്റെ ബിസിനസ്സൊക്കെ നല്ല ലാഭത്തിലാണ്. പിന്നെ നമ്മളിപ്പം പുതുതായിട്ട് ലോഞ്ച് ചെയ്ത നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നല്ല രീതിയിൽ സെയിലാവുന്നുണ്ടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ എൻ്റെ മോന് ഭയങ്കര ബുദ്ധി, ഒരുപാട് ഐഡിയകളൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ അവൻ്റെ ജാതകത്തിലുണ്ട്, അവൻ വലിയ ഉയർച്ചയിലെത്തും എന്നൊക്കെ പറയും. ഉടനെ നമ്മുടെ സച്ചി പറയും, ഇവൻ്റെ ജാതകം എഴുതിയാൽ എൻ്റെ കയ്യിലൊന്ന് കിട്ടണം എന്ന് പറയും. പിന്നെ ഇവൻ്റെ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയും, സച്ചി മിണ്ടായിരിക്കാൻ പറയും. അതെന്ന് വെച്ചാൽ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഗിഫ്റ്റൊക്കെ എടുക്കും. അപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ബോക്സ് എടുക്കും, ഒരു ജ്വൽ ബോക്സാണ്. അപ്പോഴത്തേക്ക് അതിനകത്തൊരു ഇത് ആൻറ്റിക്കാന്ന് പറയും. ഇത് എന്താ മോളെ? ഇത് ആൻറ്റി തുറന്ന് നോക്കുമ്പോൾ 2 സ്വർണ്ണവള. അച്ഛക്ക് ഇത് എനിക്ക് വാങ്ങിച്ചതാണോ? പിന്നെ ആൻറ്റിക്ക് വാങ്ങിച്ചതെന്ന് പറയും. എനിക്ക് ഇതുപോലെ സമ്മാനങ്ങളൊക്കെ എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ മാത്രമേ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. ഞാൻ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച കണക്കത്തുള്ള മോഡലാണല്ലോ, ഇത് ആൻറ്റി കയ്യിലിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ വളയെടുത്ത് ചന്ദ്രമതിയുടെ കയ്യിലും ഇട്ട് കൊടുക്കുകയാണ്. ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷമാണ്. ശ്രുതി അങ്ങ് മാറിയും കെട്ടിപ്പിടിക്കും, ഉമ്മൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീ അച്ഛനൊന്നും മേടിച്ചില്ലേ? പിന്നെ നീ എന്താ കരുതിയത് നിനക്ക് മാത്രമേ അച്ഛനോട് സ്നേഹമുള്ളെന്നോ? അങ്ങനെ പെട്ടെന്ന് തന്നെ കവർ എടുത്തിട്ട് അച്ഛന് ഷർട്ടും മുണ്ടും കൊണ്ട് കൊടുക്കും. അമ്മയ്ക്ക് സ്വർണ്ണവള, അച്ഛന് ഷർട്ടും മുണ്ടും, നീ അതിൽ വേർതിരിവ് കാണിച്ചു ഇല്ലേടാ എന്ന് പറയും. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും, സ്വർണ്ണമൊക്കെ ഇട്ട് ഞാൻ എവിടെ പോകാനാണ്? എന്നാലും അച്ഛൻ ഇവനൊരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചൊന്നുമില്ലായിരുന്നോ? പിന്നെ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷർട്ടും മുണ്ടും മേടിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയും, ഇത് മാത്രമല്ല വേറെയുണ്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറയും. അതെന്താ മോനെ? അത് ഞങ്ങളൊരു ബംഗ്ലാവ് വാങ്ങാൻ തീരുമാനിച്ചെന്ന് പറയും. ബംഗ്ലാവോ? അതെ, 5 കോടി രൂപ വിലമതിക്കുന്നൊരു ബംഗ്ലാവ് ഞങ്ങൾക്കൊരു 3 കോടി രൂപയ്ക്ക് ഞങ്ങൾക്കൊരാൾ വാങ്ങാൻ 3 കോടി രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചെന്ന് പറയും. അപ്പം സച്ചി പറയും, 5 കോടി രൂപ വിലയുള്ള ബംഗ്ലാവ് 3 കോടി രൂപയ്ക്ക്? 5 കോടി രൂപയുടെ വിലമതിപ്പുള്ളൊരു ബംഗ്ലാവാണ് അത്, പക്ഷേ 3 കോടി രൂപയ്ക്കാണ് അതിൽ വിൽക്കാൻ ഇട്ടേക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ. അപ്പോഴത്തേക്ക് പറയും, അയ്യോ മോനെ സുധി, 3 കോടി രൂപയുടെ ബംഗ്ലാവോ? അല്ലെങ്കിൽ എൻ്റെ അമ്മ വലിയ ബിസിനസ്സുകാരനല്ലേ, അപ്പം വലിയ വില കൂടി ബംഗ്ലാവിലൊക്കെ വേണം താമസിക്കാനെന്ന് പറയും. അത് മേടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയും, കാശൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കി കളയണോ? ഇപ്പം നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടില്ലയോ? അല്ലച്ചാ, ഇത് ലാഭത്തിന് വന്നതാണ്, അപ്പം നമുക്ക് മേടിച്ചിടാം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം, നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ വളരണമെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, കണ്ടോ എൻ്റെ മോന്, ശ്രുതി വന്നതിന് ശേഷം എൻ്റെ മോൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം കണ്ടില്ലേ? എൻ്റെ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയും, അല്ലെങ്കിലും എൻ്റെ മോൻ നല്ല ഉയർച്ചയിലെത്തും. അപ്പോഴത്തെ നമ്മുടെ രവീന്ദ്രൻ പറയും, നിനക്കെന്താ ഒരു മോനും മരുമോൾ മാത്രമേ ഇല്ലേ? നിനക്ക് 3 മക്കളും 3 മരുമക്കളും ഇല്ലേ? എല്ലാവരും നല്ലോണം അധ്വാനിക്കുന്നതാണ്. ഉടനെ ശ്രീകാന്ത് പറയും, അമ്മയ്ക്ക് എന്താ എന്നിലൊരു പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് ചോദിക്കും. ചോദിക്കും, പിന്നെ നിന്നിൽ എനിക്ക് നല്ല പ്രതീക്ഷ ശ്രീകാന്ത്, നീ വലിയൊരു ഹോട്ടൽ മുതലാളിയാവും എന്ന് ചോദിക്കും. അതെന്താ നിനക്ക് സച്ചിയിലൊന്നും ഒരു പ്രതീക്ഷ ഇല്ലെന്ന് പറയും. പിന്നെ അപ്പോഴത്തേക്ക് എപ്പോഴും സച്ചിൻ രേവതി അങ്ങ് തഴഞ്ഞിട്ടേക്കുവാണ്, മറ്റു മക്കളെ മാത്രം അങ്ങ് പുകഴ്ത്തി പറച്ചിലുമാണ്. അപ്പോഴത്തേക്ക് പറയും, എല്ലാ മക്കളെയും മരുമക്കളെ ഒരുപോലെ കാണാൻ ശ്രമിക്കണം ചന്ദ്രേ എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ബംഗ്ലാവ് കാണാൻ പോകണോ അച്ഛാ എന്നൊക്കെ പറയും. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി ഇങ്ങനെ ടെറസിന് മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ട് വരും. സച്ചി ഇങ്ങനെ രേവതിയെ തൊടുമ്പോൾ രേവതി അങ്ങ് ഞെട്ടും. എന്താ രേവതി, നീ അങ്ങ് പേടിച്ച് പോയോ? ഒന്നുമില്ല. പിന്നെന്താ നീ ആലോചിക്കുന്നത്? അവൻ വലിയ ബംഗ്ലാവൊക്കെ മേടിക്കുമ്പം നമുക്കൊരു റൂം പോലും ഇല്ലെന്നുള്ള വിഷമത്തിലാണോ? എന്താ സച്ചേട്ടാ ഇത്? ഞാൻ അതൊന്നും അല്ല ആലോചിച്ചത്. നിങ്ങളുടെ ചേട്ടൻ വീട് മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകത്തില്ലെന്ന് ചോദിക്കും. ഒറ്റപ്പെട്ടു പോയി? അതെ, നിങ്ങളുടെ ചേട്ടൻ എന്തായാലും 5 കോടി രൂപ വിലയുള്ള ബംഗ്ലാവൊക്കെ മേടിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ചേട്ടനോട് ഏറ്റവും കൂടുതൽ സ്നേഹമില്ലയോ നിങ്ങളുടെ അമ്മയ്ക്ക്? നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ ചേട്ടനോട് പോത്തില്ലെന്ന് ചോദിക്കും. അതിന് സംശയമില്ല, അതെന്തായാലും അങ്ങനെ ആയിരിക്കും. അവനെ പിരിഞ്ഞ് ഒരു ദിവസം പോലും അവർ നിൽക്കത്തില്ലെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയെ കാണാതെ അച്ഛൻ ഇവിടെ താമസിക്കും, അച്ഛനും അവരുടെ കൂടെ പോത്തില്ലെന്ന് ചോദിക്കും. അത് ശരിയാണല്ലോ രേവതി, ഞാൻ നിന്നെപ്പോലെ അത്ര കടന്ന് ചിന്തിച്ചില്ലെന്ന് പറയും. അത് ശരി, എങ്കിൽ ഞാൻ ചെന്ന് ഇപ്പം തന്നെ അവരോട് പറയും ബംഗ്ലാവൊന്നും മേടിക്കേണ്ടെന്ന്. ഉടനെ പറയും, എന്താ സച്ചേട്ടാ ഈ പറയുന്നത്? പിന്നെ അച്ഛനും അവരോട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബംഗ്ലാവ് മേടിക്കുന്ന സമയത്ത് അച്ഛൻ എന്തായാലും അമ്മയെ പിരിഞ്ഞ് നിൽക്കത്തില്ല, അപ്പോൾ അമ്മയുടെ കൂടെ പോകും. അപ്പോൾ ഇവിടെ നമ്മളാരും നമ്മൾ മാത്രം ആവത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. എങ്കിൽ ഞാൻ ചെന്ന് പറയാൻ രേവതി ബംഗ്ലാവ് മേടിക്കേണ്ടെന്ന്. വേണ്ട സച്ചിയേട്ടാ, നിങ്ങളിപ്പോൾ അങ്ങനെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾക്ക് ബംഗ്ലാവ് മേടിക്കുന്നത് എൻ്റെ അസൂയാന്ന് പറയും. അതൊന്നും വേണ്ട, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം നടക്കുന്നതും ഒരു നല്ലതിന് വേണ്ടി ആയിരിക്കുമെന്ന്. ചിലപ്പോൾ ഇതും ഒരു പക്ഷേ ഒരു നല്ലതിനായിരിക്കും. അത് ശരിയാ രേവതി, അതിപ്പം ഞാൻ ആലോചിച്ചതെന്ന് പറയും. ചേട്ടൻ ഉദ്ദേശം നല്ലതെന്താ? അത് ഓട്ടക്കാരനും ഭാര്യയും ഇവിടുന്ന് ബംഗ്ലാവിലൂടെ താമസം മാറ്റി കഴിഞ്ഞാൽ അവരുടെ റൂം ഒഴിഞ്ഞു കിടക്കില്ല, അപ്പം നമുക്ക് ആ റൂം താമസിച്ചുകൂടായോ? നമുക്ക് വേറെ റൂം കിട്ടിയും വേണ്ട, അപ്പോൾ അതൊരു ലാഭമല്ലേ രേവതി? അത് ശരിയാ. എങ്കിൽ നീ എനിക്കൊരു
ഉമ്മ തന്നെയെന്ന് ചോദിക്കും. അതിൻ്റെ ചോദിക്കും. അപ്പോഴത്തേക്ക് അങ്ങനെ അവർ തമ്മിൽ കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് ശ്രുതിയുടെയും സുധിയുടെയും 5 കോടി രൂപ വിലമതിക്കുന്ന പുതിയ ബംഗ്ലാവിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ബംഗ്ലാവൊക്കെ കാണാൻ പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.